ഗുഡ് മോർണിംഗ്. ഇന്ന് ഞങ്ങൾ വന്നിട്ടുള്ളത് വിറ്റ്നി എന്ന് പറഞ്ഞൊരു സ്ഥലത്താണ്. വിറ്റ്നി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിനെക്കുറിച്ച് പറയുകയാണെങ്കിൽ കോട്സ്വോൾഡ് ഏരിയയിലുള്ള സ്ഥലമാണ്. പിന്നെ എന്താ പറയുക, ഓക്സ്ഫോർഡിൻ്റെ കുറച്ചും കൂടി അടുത്താണ്. അപ്പോൾ ഓക്സ്ഫോർഡും കോട്സ്വോൾഡ്സും ഒക്കെ കാണാൻ പറ്റുന്നവർക്ക് നമുക്ക് സ്റ്റേ ചെയ്യാൻ പറ്റിയൊരു സ്ഥലം എന്ന് പറയാം. അപ്പോൾ കോട്സ്വോൾഡ് ഞാൻ പണ്ടത്തെ വ്ളോഗുകളിലൊക്കെ പറഞ്ഞ പോലെ തന്നെ കോട്സ്വോൾഡ് സ്റ്റോൺ കൊണ്ട് ഫേമസ് ആണ്. അപ്പോൾ ഇവിടുത്തെ ബിൽഡിങ്ങുകളൊക്കെ അങ്ങനെയാണ്. അപ്പോൾ ഞങ്ങൾ ഇന്ന് വിറ്റ്നി ഏരിയ ഒന്ന് എക്സ്പ്ലോർ ചെയ്യാൻ ഇങ്ങനെ നടക്കുകയാണ്. ആദ്യം വന്നിട്ടുള്ളത് കോഗസ് മാനർ എന്ന് പറഞ്ഞൊരു സ്ഥലത്താണ്. അപ്പം ഇവിടുത്തെ ബിൽഡിങ്ങൊക്കെ വീടുകളൊക്കെ എന്തൊരു ഭംഗിയെന്ന് പറഞ്ഞാൽ ഞങ്ങൾ ഈ പറഞ്ഞ ഡ്രൈവിൽ ഇങ്ങനെ നോക്കുമായിരുന്നു. എല്ലാം കോട്സ്വോൾഡ് സ്റ്റോൺ കൊണ്ട് ഉണ്ടാക്കിയിട്ടുള്ള ബെസ്റ്റ് നമ്മൾ ഈ ഇംഗ്ലീഷ് കോട്ടേജസ് എന്ന് പറയില്ലേ, അങ്ങനത്തെ വീടുകൾ എന്തൊരു ഭംഗിയാണ്. അപ്പോൾ ഇനി ഞങ്ങൾ ഇവിടെയൊക്കെ നടന്ന് കാണട്ടെ. ഇതൊക്കെ ഇങ്ങനെ ഹിഡൻ ജംസ് എന്ന് പറയുന്ന പോലെ സ്ഥലമാണ്. ഇങ്ങനെ അധികാരം നമ്മൾ പറഞ്ഞിട്ടൊന്നും കേൾക്കില്ലല്ലോ. അങ്ങനെ തപ്പി പിടിച്ചിങ്ങനെ പോകുമ്പോൾ നമുക്ക് മാത്രമേ കിട്ടുന്നൊരു സ്ഥലം പോലെ കിട്ടും. ഓ, ശരിക്കുള്ള ഫാമാ അല്ലേ? ഷീപ്പ് ഉണ്ടല്ലോ, എല്ലോ ഷീപ്പ്. സാമി ഷീപ്പ് എവിടെ? ഷീപ്പ് എവിടെ? ആ, ഇതാണ് ഷീപ്പ്. ഇത് ഷീപ്പല്ല, മനസ്സിലായില്ലേ? അവിടെ ഉള്ളത് ഗോട്ട്. നോക്ക്, അങ്ങോട്ട് നോക്ക്. ഗോട്ട് കണ്ടോ സാമി? എവിടെ ഗോട്ട്? പറഞ്ഞേ, ഗോട്ട് പറഞ്ഞേ. ഗോട്ട്. അത് ഷീപ്പ് പറഞ്ഞേ. ഷീപ്പ്. ആ വാ. പാവ സാമിയിട്ടാ. ഞങ്ങളെല്ലാവരും ഷൂ ഇട്ട് ഇറങ്ങണ നേരത്തെ അനുവിനോട് പറഞ്ഞു ഞാൻ റെഡി ആവണ നേരത്തെ അനു പിള്ളേരെയൊക്കെ കൊണ്ട് കയറിപ്പോയി. അപ്പോൾ ഞാൻ വിചാരിച്ചു ഷൂ ഇടിപ്പിച്ചിട്ടുണ്ടെന്ന്. എല്ലാവരും ഷൂ സോക്സ് ഇട്ട് ഇറങ്ങിയിട്ട് പാവ ഈ കൊച്ചിനെ സമ്മറിൻ്റെ സാൻഡൽസ് ഇട്ട് കൊണ്ടുവന്നേക്കുക. തണുക്കുണ്ടോ സാമിക്ക്? ആണല്ലേ? അപ്പോട് ചോദിച്ചു എന്ത് പണിയാണ് എന്നോട് ചെയ്തതെന്ന് ചോദിച്ചു. ഓ സോറില്ല. ആ റൂഫ് കണ്ട, ബിൽഡിങ്ങിൻ്റെ റൂഫ്. അത് നീ ആ ബിൽഡിങ്ങിൻ്റെ റൂഫ് നോക്ക്. നോർമൽ റൂഫ് പോലെയാണോ അതിരിക്കണേ? ബട്ട് വാട്ട് റൂഫ് ഇസ് ദിസ്? ഇസ് ഇറ്റ് കോൾഡ് ദ താച്ച്ഡ് റൂഫ് എന്ന് പറയണതാണോ ഇത്? വടി പോലെ ട്രിക്സ് അല്ലാതെ ഇങ്ങനെ എന്തോ അങ്ങനെ അടക്കി വെച്ചിട്ടുള്ള. ഇവിടെ ഇതിന്റെ അടിഭാഗം കണ്ട മെയിൻ വൈക്കോലിന്റെ ഒക്കെ ഇതുപോലെ ഇങ്ങനെ അടുക്കി വെച്ചിട്ടാണ് ഈ റൂഫ് മുഴുവൻ ഉണ്ടാക്കിയിട്ടുള്ളത്. കട്ടക്ക് എന്തൊരു രസല്ലേ ഉള്ളിൽ നിന്ന് കാണുമ്പോ പുറത്തുനിന്ന്. അല്ലെങ്കിൽ കൈമ കടിക്കും. ദാറ്റ് ഇസ് എ റിസ്ക്. ഈ ബിഗ് വൺ എടുത്തിട്ട് പിടിക്കും. ആ പിടിച്ചോ, കൊടുക്കടി. ആ കൊടുക്ക. അത് വായ തുറക്കണോ? ആ നീ കൊടുക്കണ്ട. ബിഗ് വൺ കൊടുത്താൽ മതി. ഒന്നും കൂടെ കൊടുക്ക്. എന്നാ പിടിക്ക്. വിടണം കേട്ടോ, കടിക്കുമ്പോ. വിട്ട് മതി കൊടുത്തത് കേട്ടോ. ടമ്മി ഫുള്ളായി ഉണ്ടാവും. അത് മറ്റേ സ്റ്റോൺ. ഇതാണ് മറ്റേ കോട്സ്വോൾഡ് സ്റ്റോൺ. നല്ല രസമുണ്ടല്ലേ? അടക്കി വെച്ചേക്കണേ. മറ്റേ ഇങ്ങനെ സിമെന്റ് ഒന്നും ഇട്ടിട്ടൊന്നുമല്ല, വെറുതെ കല്ലിങ്ങനെ അടക്കി വെച്ചിട്ട്. ഓ ഇടയിലുണ്ട് കേട്ടോ. എവിടെയൊക്കെ എനിക്ക് വന്നിട്ട്. ആ ഗോട്ടി ഈസ് നോട്ട് കമ്മിങ്. തണുക്കുണ്ട്. ഗോട്ടി വരണില്ല. ഗോട്ടി ഫുള്ളായി, ടമ്മി ഫുള്ളായി. വാ. ഈ വിറ്റ്നിയിലേക്ക് വരികയെന്ന് പറഞ്ഞപ്പോഴേ എൻ്റെ മനസ്സിൽ കോട്സ്വോൾഡിൻ്റെ അടുത്തുള്ള സ്ഥലമാണെന്നൊരു ധാരണ ഉണ്ടെങ്കിലും അങ്ങനെ ഇങ്ങനത്തെ ഒരു ഭംഗി ഞാൻ എൻ്റെ മനസ്സിൽ പ്രതീക്ഷിച്ചിട്ടില്ല. അതിന് ആദ്യം മറ്റേ ഈ കോഗസ് മേനർ ഹാള് കണ്ടു. നല്ല ഭംഗി. അതിൻ്റെ റൂഫൊക്കെ ഭയങ്കര രസമായിരുന്നു. അത് കഴിഞ്ഞ് അവിടെ നിന്ന് പോന്നിട്ട് പിന്നെ എവിടെ പോകാമെന്ന് ഞാൻ തപ്പി വന്നപ്പോഴാണ് ഈ ഒരു സ്ഥലം കണ്ടത്. മിൻസ്റ്റർ ലോവൽ ഹാൾ ആൻഡ് ഡോവ് കോട്ട് അങ്ങനെ പറഞ്ഞൊരു സ്ഥലം.
അപ്പോൾ നമ്മളിങ്ങനെ ഗൂഗിൾ റിവ്യൂ നോക്കിയിട്ട് പിക്ചേഴ്സ് നോക്കിയിട്ടാണല്ലോ വരിക. അപ്പോൾ കുറേ നല്ല റിവ്യൂ കണ്ടു, നല്ല സ്ഥലം വന്നപ്പോൾ അപ്പോഴും എൻ്റെ മനസ്സിൽ ഇങ്ങനെയല്ല, ഇത് ശരിക്കും നമ്മുടെ കാസൽ കോമ്പൊക്കെ പോലത്തെ പക്ക ഒരു കോട്ട്സ്വോൾഡ് ഏരിയ. എല്ലാ ബിൽഡിങ്സും എല്ലാ മതിലുകളും ഒക്കെ ഈ കോട്ട്സ്വോൾഡ് സ്റ്റോണിൽ ഉണ്ടാക്കിയിട്ട് ശരിക്കും ആ ഒരു ഇംഗ്ലീഷ് എന്തുമല്ലോ ഇംഗ്ലീഷ് ഇതിൽ കൂടെ പോകുന്ന പോലത്തെ ഒരു ഫീലിലുള്ള നടന്നിട്ട്. അപ്പോൾ ഞങ്ങളിപ്പോൾ ഒരു സ്ഥലത്ത് പാർക്ക് ചെയ്തിട്ട് ഇങ്ങനെ നടന്നു വന്നു. അപ്പോൾ ഒരു ബ്യൂട്ടിഫുൾ ചേർച്ച് കണ്ടു. അപ്പോൾ അത് ആദ്യം കണ്ടിട്ട് പതുക്കെ നടക്കാമെന്ന് വെച്ചേക്കുക. സിമെട്രിയല്ലേ എപ്പോഴും നോക്കുമ്പോൾ പുതിയ മരിച്ചവരും ഉണ്ടാവും, 1800s മരിച്ച ആൾക്കാരൊക്കെ ഇപ്പോഴും ഉണ്ട്. എല്ലാം കണ്ടോ? ഇതെന്തിനാ ഈ ഓട്ട ഇപ്പോഴാണ് മനസ്സിലായി ഞാൻ. ഇതെന്തോ ഈ ഓട്ടം വിചാരിച്ചു. പൂ വയ്ക്കാനാണോ അത്? ആൾക്കാർക്ക് ഈ പൂ കൊണ്ടുപോയിട്ട് ഇങ്ങനെ ഫ്ലവർ വേസ് പോലെ വെക്കാൻ. ഇവിടുത്തെ ചർച്ചുകൾക്കൊക്കെ എന്തൊരു ഭംഗിയല്ലേ. ആർക്കിടെക്ചർ തന്നെ വേറൊരു സ്റ്റൈൽ, എസ്പെഷ്യലി സ്റ്റോൺ കൊണ്ട് ഉണ്ടാക്കിയിട്ടുള്ള ചർച്ചുകളും അവിടുത്തെ ഒരു ആംബിയൻസും നല്ല രസമാട്ടോ. ഇതാണ് അപ്പോൾ ഈ ലോവൽ ഹാളിൻ്റെ, എനിക്ക് തോന്നുന്നു ഇവർ താമസിച്ചിരുന്ന സ്ഥലമാണിത്. എന്നിട്ട് അത് പൊട്ടിപ്പൊളിഞ്ഞ് ഇവിടുത്തെ ബാരൻ്റെ എന്തോ സ്ഥലമായിരുന്നു. അപ്പോൾ എനിക്ക് തോന്നുന്നു ഇങ്ങനത്തെ വലിയ ആൾക്കാർക്കൊക്കെ തൊട്ടടുത്ത് ചേർച്ച് ഉണ്ടാവുമല്ലോ, അതായിരിക്കും തൊട്ടടുത്ത് ചേർച്ച് വന്നിട്ടുള്ളത്. ഇപ്പോഴും ആ സ്ട്രക്ചർ ഇപ്പോഴും അങ്ങനെ തന്നെ നിൽക്കുന്നുണ്ട് ഈ വീടിൻ്റെ. എന്തിട്ടത് പൊക്കം കണ്ട, എന്തൊരു അയ്യല്ലേ. ഇതാണ് ഗ്രേറ്റ് ഹാൾ. ഓ, ഇവിടെ എഴുതി വെച്ചിട്ടുണ്ട്. അയക്കി നിനക്ക് ഓൾഡ് ആവണ്ട ഇവിടെ വന്ന് സണ്ണിൽ കുറച്ച് നേരം നിന്ന്. ആ ഒരു കുഞ്ഞു പട്ടീനെ കണ്ടോ, നല്ല ക്യൂട്ടായിട്ട്. അത് ഓടി ഇങ്ങോട്ട് വന്നു, ഇവളോടി, ഇവളുടെ പുറകെ ഓടി ഇങ്ങോട്ട് വന്നു. സാമിയുടെ അടുത്ത് എത്തിയപ്പോൾ അത് നിന്നു. അപ്പോൾ സാമി ഹായ് എന്ന് പറഞ്ഞു. സാമിയുടെ മുമ്പിൽ അത് ഇങ്ങനെ കിടന്നു. അപ്പോൾ സാമി ഇങ്ങനെ തൊട്ടു. ഞാൻ പറഞ്ഞു വേണ്ട എന്ന് പറയും. സാമി ഇങ്ങനെ അതിനെ തൊട്ടപ്പോൾ അതവിടെ ഇങ്ങനെ കിടന്നിട്ട് സാമി തൊടുന്നത് എൻജോയ് ചെയ്തിട്ട് ഇവനെ അതിൻ്റെ കൂടെ പോകണമെന്ന്, പട്ടിയുടെ കൂടെ അല്ലേ. ഡോഗിന് ഇഷ്ടമായാ? സാപ്പോട് പറഞ്ഞ നൈസ് ഡോഗിയാന്ന് പറഞ്ഞ്, നൈസ് ഡോഗിയാന്ന് പറഞ്ഞ അപ്പം എടുത്ത് ഡോഗി വന്നു എന്ന് പറ. ഞാനത് ഇവരോട് പറ തൊടലേ പറയുമ്പോ ഇവനിങ്ങനെ അപ്പൊ അതിങ്ങനെ കിടക്കുക. സാമിന് ഹോട്ടലിടത്തെ ഇടത്തെ എങ്ങനെയാ 1 2 3 ഇടത്തെ വീടുട്ടാ. ഒരു സ്റ്റെപ്പ് ബാക്കിലേക്ക് പോയാൽ വെള്ളത്തിൽ കിടക്കും. ഈ വിറ്റ്നി എന്ന് പറഞ്ഞ സ്ഥലത്തിൻ്റെ പ്രത്യേകത എന്ന് പറഞ്ഞത് ഇവിടുത്തെ ഏറ്റവും ഫേമസ് വൂളൻ ബ്ലാങ്കറ്റ്സ് ആണ്. ഞാനപ്പോൾ ഇവിടെ വിറ്റ്നി ബ്ലാങ്കറ്റ് ഹാൾ എന്ന് പറഞ്ഞൊരു സ്ഥലമുണ്ട്. പക്ഷേ ഞങ്ങളിന്ന് വന്നേക്കുന്നത് ഒരു പബ്ലിക് ഹോളിഡേ അല്ല, അതുകൊണ്ട് അങ്ങനത്തെ സ്ഥലങ്ങളൊക്കെ അടച്ചിട്ടേക്കുക. അപ്പോൾ അവിടെ നിന്ന് പറയണമെന്ന് ഓർത്തതാണ് ഞാൻ. അപ്പോൾ എന്തായാലും ഇപ്പോൾ ഇവിടെ നിന്ന് പറയാം. അപ്പോൾ ഈ ബ്ലാങ്കറ്റ് ഭയങ്കര ഹൈ ക്വാളിറ്റി ബ്ലാങ്കറ്റ്സ് ആണ് ഉണ്ടാക്കുന്നത്. അപ്പോൾ അതിൻ്റെ ഒരു റീസൺ ഇവർ പറയാണ്, ഈ വിറ്റ്നി കൂടെയാണ് റിവർ വിൻഡ്രഷ് എന്ന് പറഞ്ഞൊരു റിവർ ഒഴുകുന്നുണ്ട് ഇത്ര. ചിലപ്പോൾ ഈ കാണുന്നത് അതിൻ്റെ ഭാഗമായിരിക്കാം. അപ്പോൾ ആ റിവറിലത്തെ വെള്ളം വെച്ചിട്ടാണ് ഈ ബ്ലാങ്കറ്റ് ഉണ്ടാക്കുന്നതെന്നും അതുകൊണ്ടാണ് അത് നല്ല ഹൈ ക്വാളിറ്റി ബ്ലാങ്കറ്റ് എന്നാണ് പറയപ്പെടുന്നത്. അപ്പോൾ അതാണ് വിറ്റ്നിയുടെ ഒരു സ്പെഷ്യാലിറ്റി. ഇപ്പോൾ എന്തായാലും ഞങ്ങൾ ഇവിടെ വന്നിട്ട് ഇത് ഓപ്പണാണ്, പബ്ലിക്കായിട്ട് എപ്പോഴും ഓപ്പൺ ആയിട്ടുള്ളൊരു സ്ഥലമാണ്.
അപ്പോൾ അതുകൊണ്ട് തന്നെ ഞങ്ങൾ എത്ര ഭംഗി ഉണ്ടാവുമെന്നൊന്നും അറിയാണ്ട് വന്നത്. പക്ഷേ ഇവിടെ എത്തിക്കഴിഞ്ഞപ്പോഴല്ലോ അടിപൊളി. ശരിക്കും എന്താ പറയുക, ഫോട്ടോഷൂട്ടിന് പറ്റിയ സ്ഥലം എന്ന് പറയില്ലേ. എനിക്കിവിടെ വന്നപ്പോൾ അങ്ങനെ തോന്നിയിട്ടാണ്. കാരണം ഈ ബാക്കിൽ ഇങ്ങനത്തെ ബിൽഡിങ്സും ഇങ്ങനത്തെ റിവർ സൈഡിൽ കൂടെ ഒഴുകുന്നതും അടിപൊളിയായിട്ട് തോന്നി. അതിന് നോക്കുമ്പോൾ ഒരു കൊച്ചിൻ്റെ ഫോട്ടോഷൂട്ട് ഇവിടെ നടക്കുക. ശരിക്കും നമ്മളിങ്ങനെ എങ്ങനെ ക്യാമറ തിരിച്ചാലും ഈ ഒരു ബിൽഡിങ്ങിൻ്റെ റൂയിൻസും കോട്ട്വേൾ സ്റ്റോണിൻ്റെ ഒരു ബാക്ക്ഗ്രൗണ്ടും വെള്ളവും പച്ചപ്പും അടിപൊളി ആംബിയൻസ്. ഞങ്ങൾ വെള്ളത്തേക്കല്ലേ ഇടണേ. ആ 1 2 3 ഇടട്ടെ. 1 2 3 മതി 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 മതി. എന്തിനത് അമ്മയ്ക്ക് മനസ്സിലായില്ല കേട്ടോ. ഇവിടെയൊക്കെ ആൾക്കാർ താമസിക്കണ വീടുകളാണ്. ഇറ്റ്സ് ബ്യൂട്ടിഫുൾ അല്ലേ. സം ഹൗസസിൽ ആൾക്കാരില്ല കേട്ടോ എല്ലാം. ബട്ട് സീ ഈ ഹൗസിലൊക്കെ ആൾക്കാരുണ്ട്. This is the smell. ഒരു വീടിൻ്റെ പ്രൈവറ്റ് ഗാർഡൻ. എന്താ രസമല്ലേ വീട്ടിൽ നിന്ന് ഇറങ്ങുമ്പോൾ. വാവ്. ഇവിടുത്തെ വീടുകളുമൊക്കെ കണ്ടോ ചെടി ഇങ്ങനെ പടർത്തിണ്ടാവും. വീട് ഇങ്ങനെ ചെടി കൊണ്ട് നിറച്ച് വെച്ചിട്ടുണ്ടാവും. എന്തൊരു ഭംഗിയല്ലേ. ഇതിൻ്റെ മണം കണ്ട എല്ലാം സ്മെല്ല് നോക്ക്. നല്ല മണമുള്ളതാട്ടോ ഇത്. കണ്ട പറയാം. അടുത്തേക്ക് പോ. കുറച്ചുകൂടെ അടുത്ത് പോലെ സ്മെല്ല് കിട്ടത്തുള്ളൂ. ഗോനിയ ഇല്ലേ. നല്ല സ്മെല്ലല്ലേ. നൈസ്. റോസസ് നോക്ക്. ഇതാണ് ഇംഗ്ലീഷ് റോസസ്. ഇവിടുത്തെ വീടുകളുമൊക്കെ പടർന്ന് കയറുന്നതാണ് ഇംഗ്ലീഷ് റോസസ്. എന്തോരം കളേഴ്സുള്ളത്. എന്താ വീടുകളല്ലേ. അയ്യോ ഇങ്ങനത്തെയൊക്കെ ഒരു വീട് വാങ്ങണം. വാവ്. അറ്റ വെച്ചിട്ട് കവർ ചെയ്തേക്കാം. കണ്ടോ സ്റ്റോൺ കൊണ്ട് ഉണ്ടാക്കിയിട്ട് ഈ സാധനം കൊണ്ട് റൂഫും. എന്താ ഭംഗിയല്ലേ. The boxes which is inbuilt on the wall, you know about it. മനസ്സിലായോ? When someone talks about wooden doors, you know about it. ഈ പോണെന്ന് നോക്കിയേ. പപ്പി ബൈ ബൈ പപ്പി. അമ്മ എടുക്കണോ? ഓക്കെ അമ്മ എടുക്കാമല്ലോ. ബാജോ. ആ ഫിഷിൻ്റെ സ്മെല്ല് വരുന്നുണ്ടല്ലോ. ആരാണ്ട് ഫിഷ് വറക്കുന്നു. ഇംഗ്ലീഷ് വില്ലേജിൽ കൂടെ ഇങ്ങനെ ഇംഗ്ലീഷ് ആംബിയൻസിൽ ഇംഗ്ലീഷ് റോസസ് ഒക്കെ കണ്ടിങ്ങനെ രസമായി നടന്നു വരുമ്പോൾ നല്ല മീൻ വറുത്ത വേണം. നല്ല നാടൻ മീൻ വറുത്തതിൻ്റെ വേണം. ഇവിടെ ആരെങ്കിലും മലയാളികൾ താമസിക്കുന്നുണ്ടോ ആവോ. എന്തൊരു ഭംഗിയല്ലേ റോസസ്. റെഡ് യെല്ലോ പിങ്ക്. വാവ്. അതും ഇങ്ങനെ കട്ട കട്ടയായിട്ട് ഉണ്ടാവുക നിറച്ചായിട്ട്. അയക്ക് കണ്ടോ ക്രിക്കറ്റാടാ ടെസ്റ്റ് മാച്ച് കണ്ടോ. വൈറ്റ് ആൻഡ് വൈറ്റ് ഒക്കെ ഇട്ടിട്ട് എല്ലാവരും. വലിയ ആൾക്കാരാണ്. കുട്ടികളും ഉണ്ട് അല്ലേ. മിക്സ്ഡാ. എല്ലാ ടൈപ്പ് ആൾക്കാരും ഉണ്ട് കേട്ടോ. അടുത്ത സ്ഥലം കാണാന്ന് പറഞ്ഞിട്ട്
വിൻകോംബ് അതോ വിൻചോംബ് എന്നാണോ പറയേണ്ടത് എനിക്കറിയില്ല. വിൻകോംബിൽ എത്തിയിട്ടുണ്ട്. ഇതിപ്പോൾ എന്താ സംഭവിച്ചതെന്ന് വെച്ചാൽ ഭക്ഷണം കിട്ടിയിട്ടില്ല ഞങ്ങൾക്ക് ഇതുവരെ. പിള്ളേരൊക്കെ വിശന്ന് പട്ടിയായി. 2 മണിയായി സമയം. അയ്യോ ഞങ്ങൾ വിചാരിച്ചു വല്ല മെക്ഡിയിൽ അങ്ങനെ കയറി കഴിക്കാമെന്ന്. പക്ഷേ വഴിയിൽ ഒറ്റ മെക്ഡി കിട്ടിയില്ല, ഒറ്റ ഷോപ്പും കിട്ടിയില്ല. പിന്നെ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ പബ്ലിക് ഹോളിഡേ ആയതുകൊണ്ട് കുറേ ഷോപ്പ് തുറന്നിട്ടുമില്ല. വിശന്നിട്ട് കണ്ണ് കണ്ടുകൂടാ. അതുകൊണ്ട് ആദ്യം എന്തെങ്കിലും കഴിക്കണം, അത് കഴിഞ്ഞിട്ട് ഞങ്ങൾ തീരുമാനിക്കുള്ളൂ. ചേർച്ചിൽ പോയല്ലോ. ചേർച്ചിൽ പോയിട്ട് അമ്മ അങ്ങനെ നിന്നു. അപ്പോൾ ഒരു കാറ്റ് വന്നിട്ട് ഇങ്ങനെ അടുത്ത് വന്നപ്പോൾ അമ്മയ്ക്ക് പേടിയായിട്ട് അമ്മ ഇങ്ങോട്ട് നീങ്ങി. അപ്പോൾ കാറ്റ് ഇങ്ങോട്ട് വന്നു. അപ്പോൾ അമ്മ ഇങ്ങോട്ട് നീങ്ങി. അപ്പോൾ അങ്ങനെ ഐ ടുക്ക് 2 റൗണ്ട്സ്. എന്നിട്ട് അമ്മ ഇങ്ങോട്ട് മൂവ് ചെയ്താലും കാറ്റ് വരാം. അങ്ങനെ ചേർച്ചിൻ്റെ ഉള്ളിൽ അമ്മയ്ക്ക് സ്കേഡായിട്ട് അമ്മ ചേർച്ചിൻ്റെ ഉള്ളിൽ നിന്ന് ഇറങ്ങി പുറത്തേക്ക് ഇറങ്ങിയപ്പോൾ കാറ്റും പുറത്തേക്ക് വന്നു. ആൻഡ് ഐ സ്റ്റാർട്ടഡ് വാക്കിംഗ് ഫാസ്റ്റ്. ദ കാറ്റ് സ്റ്റാർട്ടഡ് വാക്കിംഗ് ഫാസ്റ്റ്. പിന്നെ ഞാൻ ഓടി, കാറ്റ് ഓടി. അങ്ങനെ ഓടി വന്ന് വീടിൻ്റെ ഉള്ളിൽ കയറി, ഗേറ്റ് തുറന്ന് ഉള്ളിൽ കയറി, ഡോറ് തുറന്ന് ഉള്ളിൽ കയറി ഡോർ അടച്ചു. എന്നിട്ടാണ് കാറ്റ് പോയത്. ഗോസ്റ്റ് ടൗൺ നേടണ നമ്മൾ മാത്രമേ ടൗണിനകത്തുള്ളൂ. ഒറ്റ മനുഷ്യനില്ലാത്തൊരു ടൗൺ. ഒറ്റ ഷോപ്പൊന്നും തുറന്നിട്ടില്ല. എന്തൊരു ചെയ്യാം? വിഞ്ച് കമ്മിന്ന് ഞങ്ങൾ അധികം നേരം അവിടെ നിന്നില്ല. കാരണം വെച്ചാൽ എല്ലാവർക്കും വിശന്നിട്ട് നമുക്കാണെങ്കിൽ കഴിക്കാൻ സ്ഥലമൊന്നും കിട്ടിയില്ല. തപ്പി അവസാനം ഒറ്റ റെസ്റ്റോറൻറ്റ് തുറന്നിട്ടില്ല. അവസാനം മോറിസൺസിൽ നിന്ന് കുറേ ചിപ്സും സാൻഡ്വിച്ചൊക്കെ വാങ്ങി പിന്നെ കയറി നടന്നു. ചുമ്മാ കുറച്ച് സ്ട്രീറ്റിൽ കൂടെ അങ്ങോട്ട് ഇങ്ങോട്ടൊക്കെ നടന്നു. എന്നിട്ട് ഞങ്ങൾ തിരിച്ചു പോന്നു. അത് കഴിഞ്ഞിപ്പോൾ ഞങ്ങൾ വന്നിട്ടുള്ള സ്ഥലമാണ് മോർട്ടൺ ഓൺ മാർഷ്. അതും ഈ കോട്ട്സ്വോൾഡ് ഏരിയയിലത്തെ പെട്ട ഒരു സ്ഥലമാണ്. അപ്പോൾ അവിടെ വന്ന് ഇറങ്ങി കഴിഞ്ഞപ്പോഴാണെങ്കിൽ മഴ. ജസ്റ്റ് ഇച്ചിരി നേരം കാറിലിരുന്നു. അത് കഴിഞ്ഞ് ഇപ്പോൾ ഞങ്ങൾ ഇച്ചിരി മഴ ഒന്ന് കുറഞ്ഞപ്പോൾ ഇറങ്ങി. എന്നാലും മഴ ഇങ്ങനെ ചാറിക്കൊണ്ടിരിക്കുകയാണ്. നോക്കട്ടെ എന്തൊക്കെ കാണാൻ പറ്റുന്നു. ഒരു ടെഡി ബെയർ ഇരിക്കണ്ടല്ലോ സാമി. ടെഡി ബെയർ, ഒരു ടെഡി ഇരിക്കണേ. ടെഡീനെ നോക്കിയിട്ട് ഇങ്ങോട്ട് വരണം കേട്ടോ, തൊടാൻ പാടില്ല. പോപ്പി ഫ്ലവേഴ്സ്. അങ്ങനെ മോർട്ടൺ ഓൺ ദ മാർഷിലും കുറേ ഞങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും പാര ഇവിടുത്തെ സ്ട്രീറ്റിൽ കൂടെ ഒക്കെ ഇങ്ങനെ നടന്നു. ഇതൊക്കെ ഈ കോട്ട്സ്വോൾഡ് ഏരിയ ആയതുകൊണ്ട് തന്നെ എല്ലാ ബിൽഡിങ്ങും ആ ഒരു സ്റ്റോൺ കൊണ്ടാണ്. അതിൻ്റെ ഒരു ഭംഗിയാണ്. ഇങ്ങനത്തെ സ്ഥലങ്ങൾക്കൊക്കെയുള്ള ഭംഗി അതാണ്. അപ്പം ഒരുപാട് ആധുനികത, മോഡേണൈസേഷൻ നടന്നിട്ടില്ല. അപ്പം പണ്ടത്തെ ബിൽഡിങ്സും പണ്ടത്തെ ഇതുകളും അതിൻ്റെ ഉള്ളിൽ കൂടെയുള്ള കുഞ്ഞു വഴികളിലുള്ള വാക്കുകളും കുഞ്ഞു ആലിവേസും ഒക്കെ നല്ല ബ്യൂട്ടിഫുള്ളാണ്. ജസ്റ്റ് നടക്കുക, എൻജോയ് ചെയ്യുക. അതാണ് ഇവിടുത്തെ ഒരു സംഭവം എന്ന് പറഞ്ഞപ്പോൾ അങ്ങനെ കുറച്ച് നേരം നടന്നു. പിന്നെ മഴ ചാറി തുടങ്ങിയപ്പോൾ മൊത്തത്തിലൊരു സുഖമില്ല. കഴിഞ്ഞ 2 സ്ഥലം കൊള്ളാമെങ്കിലും ഇത് അടിപൊളി സ്ഥലം എന്ന് തോന്നണേ. കോട്ട്സ്വോൾഡിൻ്റെ വേറൊരു ഏരിയയിലേക്ക് ഞങ്ങൾ വന്നു. ഇതിൻ്റെ പേരാണ് ലോവർ സ്ലോട്ടർ. ശരി, സ്ലോട്ടർ എന്ന് പറഞ്ഞാൽ കൊല്ലുക എന്നല്ല അർത്ഥം. എന്തുകൊണ്ടാണ് ഈ സ്ഥലത്തിന് അങ്ങനെ പേരെന്ന് എനിക്കറിയില്ല. ലോവർ സ്ലോട്ടർ എന്നാണ് എന്തായാലും സ്ഥലത്തിൻ്റെ പേര്. നല്ല ഭംഗിയുണ്ട്. മറ്റേ ലോ ബ്രിഡ്ജസും വെള്ളവും അടിപൊളി ബിൽഡിങ്ങും നല്ല രസമുണ്ട്. ഐക്കി അതുമായി കൂടെ വാക്ക് ചെയ്തിട്ട് അവിടെ മേലെ അറ്റത്ത് പോയി ടച്ച് ചെയ്തിട്ട് തിരിച്ചു. അല്ല പോക്കോ, സ്ലോലി നടന്നിട്ട് വാ. ഗോ പോവാ. Swimming in the water. ഇവിടെ ഫിഷ് ഉണ്ടോ നോക്കട്ടെ.
അതെ അവിടെ ഫിഷ് കണ്ടാ? എവിടെയാ കണ്ടാ? ഇങ്ങോട്ട് വാ, ഇങ്ങോട്ട് വാ, ഇങ്ങോട്ട് വാ, ദേ പോൺ. ഇങ്ങോട്ട് വാ, ഇങ്ങോട്ട് വാ, ഇങ്ങോട്ട് വാ. അതന്നെ ദേ ഇവിടെ നോക്കാം. ചാൻസിലായി നിൽക്കുക. അതെ ഇവിടെ ഇവിടെ എത്തി. ദേ ഫിഷ് പോണം, ഫിഷ് പോണം. ഫിഷ് 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 ഫിഷ്. I don't know. Where is the fish? Fish. They fish പോണം. എങ്ങനെ പോണം? Swimming. ഫിഷ് ഉണ്ട്, അമ്മ കണ്ടു. വാ. വീഴും. ഇങ്ങോട്ട് വാ. ഫിഷ് ഉണ്ട് അല്ലേ? ബായ് പറ ഫിഷിന്. ബായ്. ഇനി വാ. ഇവിടെ നിൽക്കാൻ പറ്റില്ല. വാ. ഡക്ക് ഉണ്ട്, ഫിഷ് ഉണ്ട് അല്ലേ? സ്വിം. എങ്ങനെ സ്വിം ചെയ്യാ? ഫിഷ് എങ്ങനെ സ്വിം ചെയ്യാ? സ്വിം ഗോ പറഞ്ഞ്. എവിടെ ഇരിക്കുന്നു ഫിഷ്? ഫിഷ് ഇങ്ങനെ ഇരിക്കുക അല്ലേ? സ്വിം ചെയ്യാണ്ട്. Swimming. Fish is swimming. Fish. നമുക്ക് ഇവിടെ വാക്ക് ചെയ്യണം. ഹലോ, ചാടാനൊക്കെ എന്തൊരു ഭംഗിയുള്ള കോട്ടേജുകളാ ഈ പ്രദേശം മുഴുവൻ. നമുക്ക് ചില വീടുകൾ ഇപ്പം ഭയങ്കര സ്റ്റൈലായിരിക്കും, മോഡേൺ അമ്യൂണിറ്റീസ് ഒക്കെ ആയിരിക്കും. പക്ഷെ ചില വീടുകൾ നമുക്ക് കാണുമ്പോൾ തോന്നും, അയ്യോ ഇതിൻ്റെ ഉള്ളിലൊക്കെ താമസിക്കാൻ എന്താ രസമായിരിക്കില്ല, അങ്ങനെ തോന്നണ പോലത്തെ. പിന്നെ ഞാൻ നേരത്തെയും പറഞ്ഞില്ല, ഇവിടുത്തെ വീടുകളും ഈ ചെടികളും ഇംഗ്ലീഷ് റോസസൊക്കെ പടർന്നിട്ട് ഭയങ്കര ഞാൻ എപ്പോഴും പറയും മറ്റേ ഇങ്ങനത്തെ ഫെയറി വില്ലേജസ് എന്ന് പറയണ പോലത്തെ ശരിക്കും അങ്ങനത്തെ വില്ലേജ്. നല്ല രസം. ഇവിടെ ഇരുന്നോ? സെറ്റ്. വാട്ടർ എങ്ങനെയുണ്ട്? അവിടെ ഇരുന്നിട്ട് ടച്ച് ചെയ്തോ. ഒരു പ്രാവശ്യം കൂടെ. അപ്പുറന്ന് വരുന്ന വാട്ടർ അതിൻ്റെ ഉള്ള ആ ഡ്രമ്മിൽ ഫില്ല് ചെയ്ത് നിറഞ്ഞു കഴിയുമ്പോൾ എന്തൊരു ഭംഗിയല്ലേ ഈ വീടുകളുമ്പോൾ റോസസ് നിൽക്കണമെന്ന്. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. ഞാൻ ഈ ജിക്സോ പസിലൊക്കെ ചെയ്യുമ്പോഴേക്കും ഇംഗ്ലീഷ് വില്ലേജസിൻ്റെ പസിൽ ചെയ്യും. അപ്പോൾ ഇങ്ങനത്തെ ഈ ഇംഗ്ലീഷ് റോസസ് പടർന്നിട്ടുള്ള ഇങ്ങനത്തെ താച്ച്ഡ് കോട്ടേജസ് ഒക്കെ ചെയ്യാറുണ്ട്. എനിക്ക് തോന്നുന്നു അത് അങ്ങനെ കണ്ടാണ് എനിക്ക് ഇഷ്ടമായെന്ന് അറിയില്ല. ഇങ്ങനത്തെ വീടുകൾ കാണുമ്പോൾ ഭയങ്കര രസമാണ്. ടച്ച് ചെയ്തില്ലേ എന്നിട്ട് സമയം നിന്നെ കരഞ്ഞത്?
leg. Oh no, not you again. മഴയും കൂടെ പെയ്തപ്പോഴേ നല്ല തണുപ്പായി. ഞങ്ങൾ സമ്മർ എൻജോയ് ചെയ്യാൻ വന്നതാണ്. അതുകൊണ്ട് കുറച്ച് പേർക്ക് ജാക്കറ്റ് ഇല്ല, കുറച്ച് പേരുടെ ജാക്കറ്റ് വലിയ കാര്യമുള്ള ജാക്കറ്റും അല്ല. സാമിക്ക് മാത്രം ഉണ്ട് അല്ലേ പ്രോപ്പർ ജാക്കറ്റ്. ഞങ്ങളൊക്കെ തണുത്ത് ഇങ്ങനെ ഒന്ന് നിൽക്കുകയാണ്. എന്തൊരു രസമല്ലേ എന്ന് വെച്ചാൽ വീടിൻ്റെ താഴെ ഒരു തരം ഡെക്കറേഷൻ, മിഡ് വേയിൽ വേറൊരു തരം ഡെക്കറേഷൻ. എന്നുവെച്ചാൽ ഒക്കെ ചെടികളുണ്ട്. ചെടികൾ വീടുമ്മയൊക്കെ പടർന്നിട്ട് ഈ വീടൊന്നും കേടാവില്ലായിരിക്കും അല്ലേ? വേണമെങ്കിൽ ഈ ചെടിയൊന്നും വളർന്നാൽ. എന്താ ഒരു ലുക്ക്! The dawn of the morn for glory, the hush of the night for peace. In the garden at eve, says the story, God walks and a smile brings release. വാ പിടിക്ക്. 1 2 3. അങ്ങനെ വലിച്ചിടാൻ പാടില്ല. ഇങ്ങനെ പിടിക്ക്, ഇങ്ങനെ പൊക്ക. അങ്ങനെ കോട്സ്വോൾഡ് ഏരിയയുടെ ഒരു ഭാഗം മൊത്തം കവർ ചെയ്യണ യാത്രയായിരുന്നു ഇന്ന്. അതുകൊണ്ട് തന്നെ എല്ലാ ബിൽഡിങ്സും ഈ കോട്സ്വോൾഡ് സ്റ്റോണിലുള്ള ബിൽഡിങ്ങുകൾ ഇങ്ങനെ കണ്ട് വന്നു. രാവിലെ തുടങ്ങിയത് അടിപൊളിയായിരുന്നു, വീട്ടിന് ഭയങ്കര ഇഷ്ടപ്പെട്ടു. പക്ഷെ അത് കഴിഞ്ഞിട്ടുള്ള 2 സ്ഥലം ഇച്ചിരി ഇങ്ങനെ മഴയും പിന്നെ വിശപ്പും എല്ലാം കൊണ്ട് ഇച്ചിരി ഒന്ന് മുങ്ങിപ്പോയി. അത്ര നന്നായിട്ട് എൻജോയ് ചെയ്തില്ല, ജസ്റ്റ് നടന്നേ ഉള്ളൂ. പക്ഷേ ക്ലൈമാക്സ് ലാസ്റ്റ് സ്ഥലം കണ്ടത് വീണ്ടും അടിപൊളി. ലോവർ സ്ലോട്ട് ഇവിടെ നല്ല രസമായിട്ട് അടിച്ചു പൊളിച്ചു. അടിപൊളി ബിൽഡിങ്ങൊക്കെ ഞങ്ങൾ അടിച്ചു പൊളിച്ച് എൻജോയ് ചെയ്തു. അപ്പോൾ അതായിരുന്നു ഞങ്ങളുടെ ഡേ. അപ്പോൾ നിങ്ങളെല്ലാവരും സുഖമായിട്ടിരിക്കൂ, സേഫായിട്ടിരിക്കൂ, സ്റ്റേ ബ്ലെസ്ഡ്.